ഈ പേര് പോലെ തന്നെ എൻ്റെ ജീവിതത്തെ പോലും വലിയ രീതിയിൽ സ്പർശിച്ച് കടന്നുപോയ ഒരു സിനിമയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ ജീവിതം എങ്ങനെയായിരിക്കണം എന്ന് കാണുന്നത് എൻ്റെ വാപ്പയൊക്കെ ആയിരിക്കും. ഈ സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുമ്പോൾ 3-ാം ദിനം ഡ്രമാറ്റിക് ഡെത്ത് മരണപ്പെട്ട ഒരു വാപ്പയുടെ മകനാണ്. അതാണ് ഈ സിനിമ. ഫിലിം പ്രൊഡക്ഷൻ വരുമ്പം ഏതൊക്കെ രീതിയിൽ ചീറ്റ് ചെയ്യപ്പെടാം, പക്ഷെ ഇവിടെ സിസ്റ്റമാറ്റിക്കായിട്ട് ടൈമിൽ പ്രസൻറ്റേഷൻ എല്ലാവരും ഒരുപോലെ അങ്ങനെ ഒരു ദിവസം കിട്ടിയതിനെ അത് വേറൊരു എക്സ്പീരിയൻസ് ആയിട്ട് ഞാൻ കരുതുന്നു. ജനങ്ങൾ തിയേറ്ററിൽ പോയിട്ട് സിനിമ കാണണം, തിയേറ്ററിൽ പോയിട്ട് കാണണം. എന്തായാലും പുതിയൊരു അനുഭവമായിരിക്കും. സാധാരണ മറ്റ് സിനിമകളിൽ നിന്ന് വ്യത്യസ്തമായതായിരിക്കും. ഇതൊരു വെറും ബിസിനസ്സിന് വേണ്ടി മാത്രം എഴുതിയുണ്ടാക്കിയ ഒരു സിനിമയല്ല. ഹലോ എവ്രി വൺ, വെൽക്കം ടു മാപ്സ്റ്റിക് മീഡിയ. അപ്പോൾ ഇന്ന് നമ്മുടെ ഒപ്പം ഉള്ളത് എ ഡ്രമാറ്റിക് ഡെത്ത് എന്ന സിനിമയുടെ കാസ്റ്റും ക്രൂ ആണ്. വെൽക്കം. എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം. അതെ, അപ്പോൾ ഒരു വലിയൊരു വിശേഷം നടക്കാൻ പോകുന്ന മെയ് 16 അല്ലേ? എ ഡ്രമാറ്റിക് ഡെത്തിൻ്റെ റിലീസാണ്. അപ്പോൾ സിനിമയെ പറ്റിയിട്ട് പറയാമോ? എങ്ങനെയാണ് ഈ ഒരു സിനിമ വരുന്നതെന്ന്? ഈ സിനിമ തികച്ച അവിചാരിതമായി സംഭവിക്കുന്ന ഒരു സിനിമയാണ്. ഒരുപക്ഷെ ഇങ്ങനെ കോവിഡെല്ലാം കഴിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കുറേയേറെ സിനിമാ പ്രവർത്തകരും നാടക പ്രവർത്തകരുമായ ആളുകൾ മൊത്തം ലോകം മുഴുവൻ അവരുടെ എല്ലാം ജീവിതം പ്രതിസന്ധികളിലായിരിക്കുന്ന ഒരു ഘട്ടത്തിൽ തങ്ങൾക്കറിയാവുന്ന മേഖലയിൽ നിന്നുകൊണ്ട് എന്ത് ചെയ്യാവുന്ന അന്വേഷണത്തിൻ്റെ ഭാഗമായി നിൽക്കുന്നതിനിടയിൽ സംഭവിച്ചു പോയ ഒരു സിനിമയാണ്. സിനിമ സംഭവിക്കാൻ കാരണത്തിലേക്ക് എത്തുന്നത് ഒരുപക്ഷെ കെ സാജൻ എന്ന് പറയുന്ന ഈ സിനിമയിലൊരു പ്രധാന വേഷം കൂടി ചെയ്തിട്ടുള്ള സാജൻ സാറിൻ്റെ വരവോടുകൂടിയാണ് ഈ സിനിമ സാർത്ഥകമാകുന്നത്. ബാക്കി ഒരുപക്ഷെ ഭൂരിഭാഗം ആളുകളും എറണാകുളത്തുള്ളൊരു നടീനടന്മാർ പലരും പല ഭാഗങ്ങളിൽ നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ പോലും. അപ്പം അങ്ങനെയാണ് ഈ സിനിമ സംഭവിക്കുന്നത്. എങ്ങനെയാണ് ഇപ്പോൾ പ്രൊഡ്യൂസറാണല്ലോ ഈ സിനിമയുടെ, പോരായിട്ട് ഇതിലൊരു കഥാപാത്രം ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പം എങ്ങനെയാണ് ഈ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യാനുള്ളൊരു തീരുമാനം എടുത്തത്? ഈ പറഞ്ഞാൽ ഇത് യാദൃശ്യമായിട്ട് സംഭവിക്കുന്നത്. ഇത് ഞാൻ ഉദ്ദേശിച്ചില്ല. ചില കാര്യങ്ങളുണ്ടല്ലോ, സംഭവം ഇത് ചിലത് സംഭവിക്കേണ്ട സമയത്ത് സംഭവിക്കണം. അപ്പം അങ്ങനെ യാദൃശ്യമായിട്ട് ഞാൻ എറണാകുളം വരെ ഞാൻ എബ്രോഡ് വർക്ക് ചെയ്തു. ഞാൻ വന്ന സമയത്ത് ഇദ്ദേഹം എന്നെ മീറ്റ് ചെയ്യുകയും അപ്പം ഇങ്ങനൊരു സംഭവം എന്നോട് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഏറ്റവും പിടിച്ചുലർത്തിയതെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ സിനിമയുടെ പേര് തന്നെ ഡ്രാമാറ്റിക് ഡെത്ത്. ഇറ്റ്സ് റിലേറ്റഡ് ടു ട്രാമ. കാരണം ഇന്നത്തെ കാലത്ത് ട്രാമയെ ഇപ്പോഴും സ്നേഹിക്കുന്നവർ കൂടുതലുണ്ട്. ആക്ച്വലി ഈ കഥ തന്നെ പറയുന്നത് ഒരു നാടക സ്നേഹിയുടെ ജീവിതവും കലയും തമ്മിലുള്ള സംഘർഷത്തിൻ്റെ അവസ്ഥകളാണ് ഇതിൽ വിളിച്ച് പറയുന്നത്. വളരെ നല്ല സസ്പെൻസ് കൊടുത്ത് ഇപ്പം അദ്ദേഹമായിട്ട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ നേരത്തെ കാപ്പരുത്തുരുത്തുന്ന സിനിമ ഇറങ്ങി അദ്ദേഹം സംവിധാനം ചെയ്തിട്ടുണ്ട്. അത് തന്നെയല്ല, നാടക രംഗത്ത് വളരെയധികം അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ ഫാദറും അതുപോലെ അലിയാർ സാഹിബ്, അദ്ദേഹവും വളരെയധികം നാടകരംഗത്ത് ഒരു വലിയ പ്രതിഭയായിരുന്നു. ഇദ്ദേഹത്തിനെ സംബന്ധിച്ച് വളരെയധികം പുരസ്കാരങ്ങൾ നാടകരംഗത്തു നിന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ വെച്ച് നോക്കിയപ്പോൾ ഞാൻ വിചാരിച്ചു, ഓക്കെ, ഞാനൊന്ന് ചിന്തിച്ചു. അപ്പോൾ 1-2 തവണ എന്നെ വിളിച്ചു. അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു വരട്ടെ, നോക്കട്ടെ. പിന്നെയും അത് സബ്ജക്റ്റുമായിട്ട് കേട്ട് കഴിഞ്ഞപ്പോൾ ഇതൊരു വിഭിന്നമായിട്ടൊരു സബ്ജക്റ്റായിട്ടാവുന്നത്. അപ്പോൾ എല്ലാവരെയും പിടിച്ചിരുത്തുന്ന ഒരു സബ്ജക്റ്റ്. ഇത് ഫാമിലിയായിട്ട് വന്ന് കാണാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു സ്റ്റോറിയെന്ന് എനിക്ക് തോന്നി. അപ്പം പിന്നെ ആക്ടിങ് എൻ്റെ ഒരു പാഷനാണ്. അപ്പം അതുകൂടാതെ എൻ്റെ മകൻ ഇതിനകത്ത് പാടിയിട്ടുണ്ട്. മോൻ പാടിയ പാട്ടും 1-2 പാട്ടുകൾ അത് സംവിധാനം ചെയ്തിരിക്കുന്ന നമ്മുടെ ജോമാഷിന്റെ മകൻ സംഗീതം ചെയ്തിരിക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന് ഞങ്ങൾക്കൊരു പുരസ്കാരം എന്ന് പറയുന്നത് ആ മ്യൂസിക് ഡയറക്ടർക്ക് JC ഡാനിയൽ അവാർഡ് കിട്ടി. അപ്പൊ ആ ഒരു സബ്ജക്റ്റോടെ വന്നപ്പോൾ ഞങ്ങൾക്ക് തന്നെ ഇപ്പോ ഒരു ഉറപ്പുണ്ട്. എന്നാലും ഇപ്പൊ പൊതുവെ ഇപ്പോ
ഒരു പടം പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഭയങ്കര റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട്. ഈ കൊമേഴ്ഷ്യൽ ഹിറ്റ് ആവോ, ലൈക്ക് തിയേറ്ററിലൊക്കെ ആൾക്കാർ വരുന്നതും OTTയുടെ ഇൻഫ്ലുവൻസ് ഒക്കെ കാണും. അപ്പോൾ ആ ഒരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നോ? തീർച്ചയായിട്ടും ടെൻഷൻ ഇപ്പോഴും ഉണ്ട്. പക്ഷെ എന്നിരുന്നാൽ തന്നെ നമ്മൾ ചെയ്യാനുള്ള ചെയ്യുക. ഇതിനുപരി ദൈവം എന്ന് പറയുന്ന ഒരു ശക്തിയുണ്ട്. അതിൽ കൂടുതൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. മനസ്സിലായി. അപ്പം തീർച്ചയായിട്ടും ഒരാളൊരു ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് പ്രതിഫലം തീർച്ചയായിട്ടും ദൈവം തരുമെന്ന് തന്നെ ആ ഒരു വിശ്വാസം ഉറച്ച് വിശ്വസിക്കുന്ന ഒരു ആളാണ്. അപ്പം നല്ലൊരു സബ്ജക്റ്റ്, നല്ലൊരു സിനിമയും ജനങ്ങൾക്ക് വേണ്ടി പ്രൊഡ്യൂസ് ചെയ്യാൻ, ഇതിനകത്ത് ഭാഗവാക്കായാൻ സാധിച്ചത് ഞാൻ വളരെ ഭാഗ്യവാനാണ്. അപ്പോൾ ഇതിലെ മറ്റൊരു കഥാപാത്രം ആണ് റഫീഖയുടെ. അപ്പോൾ എങ്ങനെയാണ് ഈ സിനിമയിൽ വരുന്നത്? ഈ സിനിമ ശരിക്കും നാടകത്തെ സ്നേഹിക്കുന്നവരുടെ ഒരു കൂട്ടായ്മയാണ്. എന്നെ നാടകം പഠിപ്പിച്ചത് സേർക്കയാണ്. സേർക്കാൻ്റെ നാടകത്തിൽ ഒരുപാട് അഭിനയിച്ചിട്ടുണ്ട്. എന്നെ ആദ്യമായി സിനിമയിൽ കൊണ്ടുപോകുന്നു സേർക്കാണ്. സേർക്ക അസോസിയേറ്റ് ഡയറക്ടറായിരുന്ന ഡാം 999 ഞാൻ ആദ്യമായിട്ട് സിനിമയിൽ അഭിനയിക്കുന്നത്. കാസ്റ്റിംഗ് ഡയറക്ടർ. അതെ. അപ്പോൾ സിനിമയിലേക്ക് വന്നതും എൻ്റെ കലാജീവിതം സേർക്കയിലൂടെയാണ്. ശരിക്കും ഇതിലെനിക്ക് ഒരു നെഗറ്റീവ് ക്യാരക്ടർ, നാടകത്തെ എതിർക്കുന്ന ഒരു നാടകം ഒരു വെറും കൂത്താട്ടമാണ് എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു ക്യാരക്ടറാണ് ഞാൻ. ബിസിനസ്സാണ്, പണം ഉണ്ടാക്കേണ്ടതാണ് എന്നുള്ളത്. പക്ഷേ ഈ സിനിമയിലും പലപ്പോഴും പല ആളുകളും സിനിമയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ സിനിമ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഈ സിനിമ എങ്ങനെ കച്ചവടമാക്കാൻ പറ്റും എന്നാണ് ആദ്യം ചിന്തിക്കുക. ബിസിനസ് ആവണം. അപ്പോൾ പണത്തിന് വേണ്ടിയാണ് സിനിമ നിർമ്മിക്കുന്നതും എല്ലാം. പക്ഷേ ഈ സിനിമയിൽ എനിക്ക് തോന്നുന്നു ആ കച്ചവടം വേണം, സിനിമ നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല. പക്ഷെ തൻ്റെ മനസ്സിലുള്ള കഥ എങ്ങനെ അവതരിപ്പിക്കണം, ഒരു നാടക സ്നേഹി, നാടകത്തെക്കുറിച്ച് ഇപ്പോഴത്തെ പുതിയ ജനറേഷൻ അറിയണം. ഇപ്പോൾ നാടകം അന്യം നിന്ന് പോവാണ്. വളരെ അപൂർവമായിട്ട് നാടക സ്നേഹികൾ മാത്രമേ ഇപ്പോൾ നാടകം കാണുന്നുള്ളൂ. പണ്ടൊക്കെ തന്നെ നാടകം ഇപ്പോൾ സിനിമയിൽ ഇപ്പോൾ കുറച്ച് ആൾ മരണപ്പെട്ടു പോയി. അവരൊക്കെ തിലകനടക്കമുള്ള വലിയ നമ്മളെപ്പോഴും മനസ്സിൽ ഓർത്തിരിക്കുന്ന ആർട്ടിസ്റ്റുകളൊക്കെ വന്ന് നാടകത്തിലൂടെയാണ്, അഭിനയിക്കുന്നവരൊക്കെ വന്ന നാടകത്തിലൂടെയാണ്. പക്ഷെ ആ നാടകം ഇന്ന് അറിയില്ല എന്താണെന്നുള്ളത്. അപ്പോൾ ആ നാടകത്തെ പുതിയ ജനറേഷൻ അറിയിക്കുക എന്നുള്ളതാണ് ഈ സിനിമയുടെ ലക്ഷ്യമിടുന്നത്. പേരുകൊണ്ടാലും ഡ്രാമാറ്റിക് ഡെത്ത് എന്ന് പറഞ്ഞാൽ സിനിമ നാടകത്തിൻ്റെ കഥയാവാം, അല്ലെങ്കിൽ നാടകീയമായ മരണമാവാം. അതൊക്കെ കണ്ടിട്ട് ആളുകൾ തീരുമാനിക്കട്ടെ കഥ എന്താണെന്നുള്ളത്. പക്ഷേ ഇത് കലാമൂല്യം ഒന്നും കളയാതെ, എന്നാൽ ബിസിനസ് ആവുന്ന ചേരുവകളൊക്കെ ഇതിലുണ്ട്. എന്നാൽ ഞങ്ങൾ പ്രേക്ഷകരോട് പറയാൻ ഉദ്ദേശിച്ചത് എന്താണോ അതിൽ നിന്നൊട്ടും വ്യതിചലിക്കാതെയാണ് ഈ സിനിമ കൊണ്ടുപോയിരിക്കുന്നത്. നാടകത്തെ ജനങ്ങൾ എന്തായിരുന്നു നാടകം, നാടകക്കാർ അന്നത്തെ ബുദ്ധിമുട്ടിയ അവസ്ഥകൾ എന്തായിരുന്നു എന്നുള്ളതൊക്കെ പ്രേക്ഷകരിൽ കാണിച്ചുകൊണ്ട് തന്നെയാണ് ഈ സിനിമ മുന്നോട്ട് പോകുന്നത്. പിന്നെ ഈ പോസ്റ്റർ കണ്ടപ്പോൾ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമാണ്, ഈ ഹോസ്പിറ്റലിലുള്ളവർക്കൊക്കെ പറ്റും നമ്മുടെ കൊറോണ ടൈമിൽ ഉണ്ടായിരുന്ന ഒരു കവറിലെ ആ ഒരു പ്രൊട്ടക്ഷൻ ഒക്കെ ഇട്ടിട്ട് ആ ഒരു ടൈമിൽ ഷൂട്ട് ചെയ്തതുകൊണ്ടാണോ അങ്ങനെ ഒരു ഇത്? ടൈം ഷൂട്ട് ചെയ്യുന്നത് മാത്രമല്ല, സിനിമയുടെ കഥ കടന്നു പോകുന്നത് കോവിഡിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ ഈ റഫീഖ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ റഫീഖ പറഞ്ഞു നാടകം അറിയില്ല, കാണുന്നില്ല എന്നൊരവസ്ഥ. ഇപ്പോൾ ഒരു മാറിയൊരു കാലമാണ് ഇപ്പം നാടകം. ഇപ്പം നമ്മുടെ അടുത്താണ് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ നാടക മത്സരം നടന്നത്. ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടതെന്ന് വെച്ചാൽ കോമ്പറ്റീഷന് മാത്രമായിട്ടുള്ള ഒരു ടൂളായി. അതെ, അത്ര അധികം ആളുകൾ കാണാൻ വരുന്നു. ഇപ്പോ സംഗീത നാടക അക്കാദമിയുടെ അമേച്ചർ നാടക മത്സരം കഴിഞ്ഞോളൂ. ആ മത്സരത്തിന്റെ ജൂറിയുടെ മെമ്പർ സെക്രട്ടറി ഞാനായിരുന്നു. ഞാനായതുകൊണ്ട് പറയുന്നതല്ല, അതിന്റെ മേഖലാ മത്സരങ്ങൾ നടക്കുന്ന സ്ഥലങ്ങളിലെല്ലാം വലിയ ജനക്കൂട്ടം കടന്നു വരുന്നു. മറ്റു കാലങ്ങളെ അപേക്ഷിച്ച് ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തിലകൻ ചേട്ടനെ പോലെ അല്ലെങ്കിൽ നെടുമുടി വേണുചേട്ടനെ പോലെയുള്ള ആളുകൾ നാടകരംഗത്തുനിന്ന് സജീവമായി ഉണ്ടായിരുന്നപ്പോഴും ഇന്നത്തെ നിങ്ങളുടെ മലയാള സിനിമയുടെ ട്രെൻഡ് എടുത്താൽ നാടകരംഗത്ത് നിന്നുള്ളവരെ മാറ്റി നിർത്തപ്പെടാൻ പറ്റുന്നില്ല. നാടകക്കാർ മാത്രം അഭിനയിച്ച സിനിമയാണ് നാഷണലിലേക്ക് എത്തിയ ആട്ടം എന്ന് പറയുന്ന സിനിമ. ഇപ്പൊ തരുമൂർത്തിയുടെ സൗദി വെള്ളക്കേക്ക് എടുത്താലും സ്ഥിരം നാടകക്കാരേ ഉള്ളൂ. പക്ഷെ എപ്പോഴും ഈ നാടകക്കാരെ ക്രിട്ടിസൈസ് ചെയ്യപ്പെടാറില്ലേ? ലൈക്ക് സിനിമ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി നാച്ചുറൽ ആക്ടിങ്, നാടകക്കാർക്ക് അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പലപ്പോഴും മാറ്റി നിർത്തും. എങ്ങനെ മാറ്റി നിർത്തും? ഇപ്പൊ നിങ്ങൾ ഇറങ്ങുന്ന സിനിമകൾ പരിശോധിക്കുമ്പോൾ എത്ര നാടകക്കാർ ഒരു സിനിമയിൽ പരിശോധിക്കും? നിരവധിയായ ആളുകളാണ്. പണ്ടെല്ലാവരും പറയുന്ന ഒരു അവസ്ഥയുണ്ട്, അവന് നാടകം വരും എന്ന് പറയും. എന്താണ് ഈ നാടകം വരും എന്ന് പറയുന്നത്? അത് അവിടെ ആ കാലത്ത് നമുക്ക് ആ സൗണ്ടും ആ ഒരു ഇന്റൻസിറ്റി കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു പരിധി വരെ ഒരു കാലത്ത് മിമിക്രി സജീവമായി ഉണ്ടായിരുന്നൊരു കാലമാണ്. ഈ മിമിക്രി ഉണ്ടായിരുന്ന കാലത്ത് മിമിക്രിക്കാർ നാടകക്കാരെ അനുകരിച്ചുകൊണ്ടൊരു
പ്രകടനങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം നാടകം തന്നെ ഭയങ്കരമായി സാധാരണ ജീവിതവുമായി യാഥാർത്ഥ്യപ്പെടുന്ന ആക്ടിങ് രീതികളിലേക്ക് അവർ മാറി. അപ്പോൾ അവർ മാറുമ്പോഴും നാടകം ഇങ്ങനെയാണ് എന്നുള്ള രീതിയിൽ, പക്ഷെ നാടകം വളരെയേറെ പുരോഗമിച്ചു കഴിഞ്ഞു. നാടകത്തിന് നമ്മൾ ഈ 24 അടി സ്റ്റേജിൽ ഒരു മൈക്കിനപ്പുറം നിന്ന് സംസാരിക്കുന്നതല്ല നാടകം. അല്ല, അങ്ങനെയല്ല. ആ നാടകം മാറി. നാടകം ഒരു നാട് മുഴുവൻ നടക്കുന്നുണ്ട്. ഇപ്പോൾ ഇന്റർനാഷണൽ തിയേറ്റർ ഫെസ്റ്റിവലൊക്കെ നടക്കുമ്പോൾ നമ്മൾ വിദേശത്ത് നിന്ന് ഒരു നാടകം കാണുന്നത് ഒരു വഴി നിറയെ നാടകം കളിക്കുകയാണ്. അപ്പോൾ അതിനനുകരിച്ചുകൊണ്ട് ഞങ്ങളൊക്കെ ഒരിക്കലും നാടകം ചെയ്തിട്ടുണ്ട്. ഒരു ബോഡി അടക്കം ചെയ്യാൻ വേണ്ടി ഇപ്പം നമ്മുടെ എറണാകുളത്ത് വാഴക്കാലയിൽ നിന്ന് നാടകം ആരംഭിച്ച് കാക്കനാട് അവസാനിച്ചിട്ടുണ്ട് നാടകം. അപ്പോൾ ഈ കാണാൻ നിൽക്കുന്ന ആളുകൾ ഒരു പൊസഷൻ കടന്നു പോവുകയാണ്, ഒരു ശവപ്പെട്ടിയായിട്ട് ആരും അടക്കം കൊണ്ടുപോവുകയാണ്. അവരെന്തൊക്കെയോ ബാൻഡൊക്കെ ആയിട്ടുണ്ട്. ഇവരെന്താണെന്ന് നമുക്കൊരു കൗതുകം ഉണ്ടായി. ഞങ്ങൾ നമ്മുടെ ഇതിൽ അഭിനയിച്ചിരിക്കുന്ന അഷ്റഫിക്കൊക്കെ ഉൾപ്പെടെ ഇതിൽ അഭിനയിച്ചതാണ്. അപ്പോൾ അതിൻ്റെ പിന്നാലെ കുറേ ആളുകൾ കൂടുകയാണ്. അവർ കൂടി ചെല്ലുമ്പോഴാണ് ഒരു സ്പേസിൽ ഒരു നാടകം നടക്കുന്നത്. അങ്ങനെ പലതരത്തിലുള്ള നാടക രീതി. ഇപ്പം നേരത്തെ അഷ്റഫിക്ക് തന്നെ ഒരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട്, ദീപൻ ശിവരാമൻ്റെ നാടകങ്ങളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. നാടകം ഒരുപാട് മാറിക്കഴിഞ്ഞു. എന്നാലും ഇപ്പോഴത്തെ ലൈക്ക് ഈ നാടകം എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ജനറേഷനിൽ ഇപ്പം വളർന്നു വരുന്ന കുട്ടികൾക്ക് അതിന് ഇമ്പോർട്ടൻസോ അല്ലെങ്കിൽ അതെന്താന്ന് മനസ്സിലാക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആണെന്ന് തോന്നിയിട്ടുണ്ടോ? ലൈക്ക് അതിൻ്റെ ഒരു കലാമൂല്യം. ഇപ്പോഴത്തെ ന്യൂ ജനറേഷനൊക്കെ സോഷ്യൽ മീഡിയ നോക്കിയിട്ടാണ് ആസ്വാദന ശേഷി എവിടെയുള്ള നോക്കുന്നത്. സോഷ്യൽ മീഡിയ നാടകത്തെ പ്രൊമോട്ട് ചെയ്യുന്നില്ല. ഇപ്പോൾ നാടകം അറിഞ്ഞുകൊണ്ട് നാടകത്തെ മനസ്സിലാക്കിക്കൊണ്ട് കാണാൻ വരുന്നവരാണ് നാടകത്തിലേക്ക് ആകർഷിച്ചു വരുന്നത്. ആരും വിളിച്ചു കൊണ്ടുവരാനില്ല. സോഷ്യൽ മീഡിയയിൽ അതിനുള്ളൊരു ഇത് കിട്ടുന്നില്ല. നാടകത്തെക്കുറിച്ച് നാടകത്തെ അറിയാവുന്നവരാണ് ഇപ്പോഴും നാടകത്തെ മുറുകെ പിടിക്കുന്നത്. ഒരുപാട് മാറി. നമ്മുടെ വിദ്യാഭ്യാസ രീതിയിൽ തന്നെ നാടകത്തിന് ഒരുപാട് പ്രാധാന്യം. തിയേറ്റർ പഠനം മെയിനായി കഴിഞ്ഞു. അപ്പോൾ ആ രീതിയിൽ ഇപ്പോൾ നമ്മുടെ സ്കൂൾ ഡ്രാമകൾ കൂടാതെ തന്നെ സ്കൂൾ പാഠ്യപദ്ധതിയുടെ ഭാഗമായിട്ട് പോലും ഇപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ വൈറലായ പാട്ട് പഠിപ്പിക്കുന്ന അധ്യാപികമാരെയൊക്കെ കണ്ടിട്ടുണ്ട്. അവരെല്ലാവരും അഭിനയിച്ചുകൊണ്ടാണ് പാട്ട് പഠിപ്പിക്കുന്നത്. അഭിനയം അതെല്ലാം ഒരു തിയേറ്ററിന്റെ ഇതിൽ നിന്ന് തന്നെ ഉണ്ടാവുന്നതാണ് അവരെല്ലാവരും. ഈ ഡ്രമാറ്റിക് ഡെത്ത് എന്ന് പറയുമ്പോൾ അതില് കാസ്റ്റുകൾ കൂടുതലും ഈ നാടകത്തിൽ നിന്ന് വന്നവരാന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പൊ എങ്ങനെയാണ് അവരെ കാസ്റ്റ് ചെയ്തത്? ലൈക്ക് ക്യാരക്ടറൊക്കെ സെലക്ട് ചെയ്തത്? ഡ്രമാറ്റിക് ഡെത്ത് എന്ന് പറയുന്ന സിനിമ ആലോചന നടക്കുന്ന കാലത്താണ് ദസ്തയേവ്സ്കിയുടെ 100ാമത് ജന്മവാർഷികം നടക്കുന്നത്. അപ്പോൾ ആ നാടകകൃത്ത് അവതരിപ്പിക്കപ്പെട്ട ശ്രദ്ധിക്കപ്പെട്ട നാടകം ദസ്തയേവ്സ്കിയുടെ ഒരു നാടക അവതരണമാണെന്ന് അയാൾ തിരഞ്ഞെടുക്കപ്പെടുകയാണ്. പക്ഷേ ഈ സിനിമയിലേക്ക് എത്തുമ്പോൾ ഇയാളുടെ ജീവിതവും ദസ്തയേവ്സ്കിയുടെ ജീവിതവും ഒരേപോലെ സംഭവിക്കപ്പെടുകയാണ്. പിന്നീട് അയാൾ ഇതെല്ലാം ഈ ദസ്തയേവ്സ്കിയുടെ ജീവിതം അവതരിപ്പിക്കപ്പെട്ട കാലത്തെക്കുറിച്ച് ഇയാൾ ഓർമ്മിക്കുന്നത് ഒരു കോവിഡ് കാലത്ത് നിന്നുകൊണ്ടാണ്. ആ കോവിഡ് കാലത്ത് നിന്നുകൊണ്ട് ഓർമ്മിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ സ്വപ്നം എന്ന് പറയുന്നത് ടോൾസ്റ്റോയെ കുറിച്ച് എനിക്കൊരു നാടകം ചെയ്യണം. പക്ഷെ അന്ന് ദസ്തയേവ്സ്കിയുടെ നാടകം ചെയ്തിരുന്നപ്പോൾ കൂടെ ഉണ്ടായിരുന്ന ചിലർ ഇപ്പോൾ സംഘത്തിലില്ല. അവരെ കണ്ടെത്തണം. ആ കണ്ടെത്താൻ വേണ്ടിയുള്ള അന്വേഷണമാണ് പിന്നീടുള്ളൊരു യാത്ര. ഈ നാടകകൃത്ത് ഈ ഡോക്ടർ ബാലേന്ദ്രൻ എന്ന് പറയുന്ന സാഹിബ് സാറ് ചെയ്യുന്ന ഒരു ക്യാരക്ടറുണ്ട്. ആ ക്യാരക്ടർ ഇന്ന് വികലാംഗനാണ്, വീൽ ചെയറിലാണ് സഞ്ചരിക്കുന്നത്. പക്ഷേ അതൊരു സോഷ്യൽ പ്രശ്നത്തെ തുടർന്ന് നാടക അവതരണത്തിനിടയിൽ നഷ്ടപ്പെട്ട കാലമാണ്. അപ്പോൾ തൻ്റെ സഹചാരിയായി പ്രവർത്തിക്കുന്ന ഒരു ചൗരം എന്ന് പറയുന്ന അഷ്റഫ് അഭിനയിക്കുന്ന കഥാപാത്രം. അഷ്റഫിന് എല്ലാവർക്കും ഇപ്പോൾ സുപരിതമാണ്. കമ്മട്ടിപ്പാടത്തിലെ ജോസേട്ടനായിട്ടാണെങ്കിലും പണിയിലെ പോളിയ ആശാനാണെങ്കിലും അങ്ങനെ നിരവധിയായ സിനിമകൾ തമിഴിലെ സിനിമകളിലൊക്കെ ചൗരം എന്ന് പറയുന്ന ഒരുപക്ഷെ എനിക്ക് വളരെ അഭിമാനത്തോട് തന്നെ പറയാൻ കഴിയും, അദ്ദേഹം ചെയ്തിട്ടുള്ള സിനിമകളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർ ഒരുപക്ഷെ താൻ സ്ഥിരം പാറ്റേൺ ചെയ്യുന്ന ഒരുപക്ഷെ ഒരു അടിപിടി. എൻ്റെ തന്നെ ആദ്യ സിനിമയിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ ആ സിനിമയിൽ അഭിനയിക്കുമ്പോൾ കൊച്ചിയിലെ കപ്പൽ കളവ് നടത്തുന്ന സംഘത്തിലെ ഒരാളായിട്ടാണ് പുള്ളി അഭിനയിക്കുന്നത്. പക്ഷെ ഇത് തികച്ചും മാറി. അദ്ദേഹത്തിനൊരു ജീവിതമുണ്ട്. അദ്ദേഹത്തിനെ കാത്തിരിക്കുന്ന ഒരു അമ്മച്ചിയുണ്ട്. അമ്മച്ചി കാത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ കുടിക്കാനായി മദ്യവും ഒക്കെ ആയിട്ട് മകനെത്തുന്ന പ്രതീക്ഷയിലിരിക്കുന്ന ഒരു അമ്മച്ചി. ആ അമ്മച്ചി നല്ല നാടൻ മീനും ഒക്കെ നമ്മുടെ സാധാരണ ഒരു ഏറ്റവും താഴേക്കിടയിലുള്ള ജീവിതമായിട്ട് ആ കഥാപാത്രം. ഞാൻ ടോൾസ്റ്റോയുടെ ജീവിതം നാടകമാക്കണമെന്ന് ആഗ്രഹിക്കുകയും ടോൾസ്റ്റോയുടെ നാടക അവതരണം എത്തുമ്പോഴേക്ക് ഈ നാടകകൃത്ത് തന്നെ മരണപ്പെടുകയാണ്. പക്ഷേ ടോൾസ്റ്റോയി റെയിൽവേ സ്റ്റേഷനിലാണ് മരിച്ചിരുന്നത്. ഒരു റെയിൽവേ ട്രാക്കിലേക്ക് നടന്നു പോകുന്ന ചൗരവയാണ് നമ്മൾ കാണുന്നത്. ഈ സിനിമ പേര് കാണുമ്പോൾ തന്നെ നമ്മൾ വിചാരിക്കുന്നത് എന്തൊരു കൊലപാതക സിനിമയാണെന്ന് വിചാരിക്കാം. പക്ഷേ ഈ സിനിമയിൽ ആരെയും കൊല്ലുന്നില്ല. പക്ഷേ നിരവധിയായ ആ കഥാപാത്രങ്ങൾ ഈ സിനിമയിൽ മരണപ്പെടുന്നുണ്ട്. മരണം ഒരു സത്യവുമാണ്. മരണം വ്യത്യസ്ത തലങ്ങളിലൂടെ സംഭവിക്കപ്പെടുകയാണ്. ആ മരണം സംഭവിക്കപ്പെടുമ്പോൾ തന്നെ അതിന് ഒരു ലോക
വിശ്വലോകത്തിൻ്റെ ഒരു കാഴ്ചപ്പാടുണ്ട്. ഉം. ഒരുപക്ഷെ മലയാള സിനിമയിൽ ടോൾസ്റ്റോയും ദസ്തേവ്സ്കിയും ചർച്ച ചെയ്യപ്പെടുന്നത് ഈ സിനിമയിലാണ്. ഈ സിനിമ ഏത് രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടാലും അതിൻ്റെ മാർക്കറ്റിംഗ് വാല്യൂവിനെ കുറിച്ച് എന്ത് പറഞ്ഞാലും വളരെ അഭിമാനത്തോട് പറയാൻ കഴിയും ഈ സിനിമ ചർച്ച ചെയ്യുന്നത് ടോൾസ്റ്റോയും ദസ്തേവ്സ്കിയും ഈ സിനിമയിലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ ഒരു പോസ്റ്റർ ഇറങ്ങിയിട്ടുണ്ട്. അപ്പം അത് സിനിമയെ കാണുന്ന അല്ലെങ്കിൽ സിനിമയെ വേറെ രീതിയിൽ ഞാൻ ഒരു സിനിമയെ ചെയ്തിട്ടുള്ളൂ. നിരവധിയായ സിനിമകളിൽ സഹസംവിധായകനായിട്ട് നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും കാപ്പിരിത്തുരുത്ത് എന്ന് പറയുന്ന സിനിമയാണ് ഞാൻ ചെയ്തത്. ആമസോൺ പ്രൈമിൽ ആ സിനിമയുണ്ട്. ആ സിനിമയെ കുറിച്ച് ഇപ്പോഴും പലരും സംസാരിക്കാറുണ്ട്. അവർ പറയുന്നത് കൊച്ചിയുടെ ഒരു പഴയ ചരിത്രം എടുക്കുമ്പോൾ അല്ലെങ്കിൽ കൊച്ചിയിലൊരു പഴയ പാട്ടുകാരനെ അന്വേഷിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് ഒരു പക്ഷേ ആ സിനിമ ഒരു റെഫറൻസ് ആവും എന്ന് പറയുന്ന പോലെ ഈ സിനിമയും ദസ്തേവ്സ്കിയെയും ടോൾസ്റ്റോയെയും ഒക്കെയാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. ഇപ്പോഴത്തെ ഒരു ട്രെൻഡ്, ഇപ്പം മലയാള സിനിമയിലെ ട്രെൻഡ് വെച്ച് നോക്കുമ്പോൾ എൻ്റർടൈൻമെൻ്റ് ആണ് ഏറ്റവും വലിയ എന്താ പറയുക സെല്ലിംഗ് പോയിന്റ് അല്ലെങ്കിൽ മാർക്കറ്റിംഗ് പോയിന്റ്. അതില്ലെങ്കിൽ അല്ലാത്ത പടങ്ങളൊക്കെ അക്സെപ്റ്റ് ചെയ്യാറില്ല പലപ്പോഴും എന്ന് തോന്നിയിട്ടുണ്ടോ? അങ്ങനെയൊന്നുമില്ല. ഗൗരവമായ സിനിമകളും ഒക്കെ ആളുകൾ കാണുന്നുണ്ട്. തമാശയുടെ എലമെന്റ്സുകൾ മാത്രം അല്ലല്ലോ സിനിമ. സിനിമ പിന്നെ എല്ലാം സിനിമ തന്നെയല്ല, നമ്മുടെ ഭൂമിയിൽ തന്നെ എല്ലാം ആ സാഹചര്യങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കപ്പെടുന്നതാണ്. ഇപ്പൊ നമ്മളിപ്പോ ഒരു രാജ്യം ആര് ഭരിക്കണം എന്ന് തീരുമാനിക്കുന്ന ഒരു പക്ഷേ അതിനടുത്ത് നടക്കുന്ന 3 മാസങ്ങളിലുള്ള ക്രിയകളുണ്ടായിരിക്കും. ആ 3 മാസങ്ങളാണ് ഒരു രാജ്യഭരണം പോലും സംഭവിക്കപ്പെടുന്നത്. എന്ന് പറഞ്ഞ ഒരു സിനിമയ്ക്ക് വേണ്ടി ഞങ്ങളിപ്പോൾ നേരത്തെ സായൻ സാറ് പറഞ്ഞ പോലെ ആത്മാർത്ഥമായി ഞങ്ങൾ സിനിമയെ സമീപിക്കുന്നവരാണ്. അപ്പോൾ എൻ്റെ ഒപ്പം സായൻ സാറ് നിൽക്കുമ്പോൾ അല്ലെങ്കിൽ മറ്റു നടന്മാർ നിൽക്കുമ്പോൾ എനിക്ക് എൻ്റെ ജീവിതത്തോട് തന്നെ ചെയ്തു തീർക്കേണ്ട ഒരു ഉത്തരവാദിത്തങ്ങളുണ്ട്. ആ ഉത്തരവാദിത്തങ്ങൾ സത്യസന്ധമായി ഞാൻ നിർവഹിക്കപ്പെടുകയാണ്. സിനിമയുടെ ഇതിനല്ല, അത് ഞാൻ കൃത്യമായും അതിനുവേണ്ടി ആ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് ഞാൻ പ്രവർത്തിക്കുകയാണ്. ആ രീതിയിൽ ആ സിനിമ വിജയമായി തന്നെ തീരും എന്നുള്ളതാണ്. അതിൻ്റെ ക്യാമറ ചെയ്തിരിക്കുന്നത് നൂറുദ്ദീൻ ബാവ എന്ന് പറയുന്ന ആളാണ്. ഒരുപാട് സിനിമകൾ ചെയ്തില്ല, എന്നാൽ രാജീവ് രവിയുടെ കൂടെയൊക്കെ ഉണ്ടായിരുന്ന ഒരാളാണ്. ഇപ്പം ഇതിൻ്റെ ചമയം ചെയ്തിരിക്കുന്നത് സ്റ്റേറ്റ് അവാർഡൊക്കെ വാങ്ങിച്ചിട്ടുള്ള പട്ടണം ഷായാണ്. അദ്ദേഹം ഇതിനകത്ത് ടോൾസ്റ്റോയെയും ദസ്തേവ്സ്കിയൊക്കെ പോലെ വളരെ അത്ഭുതകരമായ രീതിയിലാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. അതിൽ നിന്ന് മാറ്റി നിർത്തപ്പെടാൻ പറ്റില്ല ആ കഥാപാത്രം. ഇതിൻ്റെ സൗണ്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നത് അന്നേ റസൂലിലൂടെ നാഷണൽ അവാർഡ് വാങ്ങിയ രാധാകൃഷ്ണനാണ്. ഇതിൻ്റെ ആർട്ട് ചെയ്തിരിക്കുന്നത് മെക്സിക്കൻ ഫിലിം അവാർഡ് വരെ വാങ്ങിച്ചിട്ടുള്ള മനു പെരുന്നയാണ്. അപ്പോൾ ഈ സിനിമയോടൊപ്പം നിങ്ങൾ സിനിമയുടെ അകത്ത് കാണുന്നവരെക്കാൾ ഇതിൻ്റെ പിന്നിൽ നിൽക്കുന്നവരിൽ പലരും അത് എല്ലാവരും ഇങ്ങനൊരു സിനിമ ആഗ്രഹിക്കുന്നു പറയുമ്പോൾ സിനിമയിൽ ജോലിയെടുക്കുന്ന ഒരാളെന്നുള്ള നിലക്ക് എല്ലാവരും കോവിഡ് കഴിഞ്ഞ അവസ്ഥയിലേക്ക് നിൽക്കുമ്പോൾ ഇങ്ങനൊരു സിനിമ നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഇപ്പം എൻ്റെ കൂടെ ചീഫ് അസോസിയേറ്റ് എന്ന് പറയാം. ഒരുപക്ഷെ ഞങ്ങൾ അങ്ങനെ ഒരു ബന്ധമല്ല. ചീഫ് അസോസിയേറ്റ് എന്ന് പറയുന്നത് സുധീഷ് ഗോപാലകൃഷ്ണനാണ്. സുധീഷ് ഗോപാലകൃഷ്ണൻ സിനിമ ചെയ്തിട്ടില്ല, പക്ഷേ ചെയ്ത ഡോക്യുമെന്ററിക്ക് നാഷണൽ അവാർഡ് നേടിച്ച ആളാണ്. പക്ഷെ മലയാള സിനിമയുടെ ചരിത്രം എടുത്താൽ അരവിന്ദന്റെ ഒരു സിനിമയുടെ കൂടെ ചീഫാണ്. അരവിന്ദൻ, ഷാജിയൻ കരുൺ സാറ്, അങ്ങനെ നിരവധി ആളുകൾ, വീണാവളിയുടെ പ്രസിദ്ധമായ സിനിമകളുടെ ഒക്കെ സുധീഷ് ഗോപാലകൃഷ്ണനാണ് ഇതിൻ്റെ ചീഫ് അസോസിയേറ്റ്. ചീഫ് അസോസിയേറ്റ് ഈ സിനിമയുടെ ചീഫ് അസോസിയേറ്റ് ആണ്. പക്ഷെ ഞങ്ങൾ ഒരുമിച്ചൊക്കെ സിനിമ ചെയ്യുന്നതുകൊണ്ട് ഇങ്ങനൊരു സിനിമ വരുന്നത് ഞങ്ങളെല്ലാവരും വരാം, അങ്ങനെ എല്ലാവരും കൂടി വന്ന ഒരു സിനിമയാണിത്. ഒരു കൂട്ടായ്മയിലൂടെ സംഭവിച്ച. പക്ഷെ ഇവരുടെ എല്ലാവരുടെയും ഒരു പക്ഷെ ശമ്പളം നിശ്ചയിക്കപ്പെടാൻ നോക്കിയാൽ പക്ഷെ ഒരു വലിയ മെഗാസ്റ്റാറിന്റെ പടം ചെയ്യണത്തിലേക്കൊക്കെ വരാം. പക്ഷെ ആ സാഹചര്യത്തിലാണ് ഇപ്പൊ ഈ സിനിമയിൽ എൻ്റെ കൂടെ അസോസിയേറ്റ് ചെയ്യുന്ന കൂടുതൽ ജാവേദ് അസ്ലം എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരുണ്ട്. ജാവേദ് അസ്ലം എന്ന് പറഞ്ഞാൽ ലോകത്ത് ചിത്രം വരയ്ക്കുമ്പോൾ ഏറ്റവും കൂടുതൽ വിലക്ക് ചിത്രം വെക്കുന്ന ഒരു ചിത്രകാരനാണ്, സംഗീതക്കാരനാണ്. വലിയ രീതിയിൽ ഇപ്പോൾ ഷാബാസിൻ്റെ കൂടെയൊക്കെ വായിക്കുന്ന, സിത്താർ വായിക്കും, ഹാർമോണിയം വായിക്കും, നിരവധി, അങ്ങനെ അവരെല്ലാവരുടെയും ഒരു കൂട്ടായ്മ സിനിമയിൽ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അവൻ്റെ തന്നെ ചില സ്കെച്ചുകൾ ഇതിൻ്റെ അകത്ത് ഉപയോഗിക്കപ്പെടുന്നുണ്ട്. അവരുടെ ഒരു മ്യൂസിക്, സാറിൻ്റെ ക്യാരക്ടർ ഒരു ടോൾസ്റ്റോയുടെ ചിത്രം വരക്കുന്നതിലൂടെയാണ് ടോൾസ്റ്റോയുടെ നാടകത്തിലേക്കുള്ള യാത്ര സിനിമ കാണിക്കുന്നത്. അതിന് ഈ ചിത്രം വരച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഒരു മ്യൂസിക് എലമെന്റ് നടക്കുന്നുണ്ട്. ആ മ്യൂസിക് വായിക്കുന്ന കൂട്ടത്തിൽ ഇന്നത്തെ ഇവിടെ നമ്മുടെ ഉമ്പായുടെ മകൻ ഉൾപ്പെടെ അതിനകത്തിരുന്ന് മ്യൂസിക് വായിക്കുന്നുണ്ട്. ഏറ്റവും വലിയ പ്രഗത്ഭനായ തബലിസ്റ്റ് ജിത്തു ഇരുന്ന് തബല വായിക്കുന്നുണ്ട്. പക്ഷെ ഇവരെല്ലാം ഈ കലയോടുള്ളൊരു പാഷൻ, ആ സിനിമ എത്ര കോടി ക്ലബിൽ ചെല്ലുമെന്നല്ല നോക്കുന്നത്. അത്തരത്തിലൊരു സിനിമ വരുമ്പോൾ ഞങ്ങളെല്ലാവരും കൂടി വരികയാണ് എറണാകുളത്തേക്ക്, ഞങ്ങളിന്ന് ഫ്രീ ആണ്. അങ്ങനെ സംഭവിക്കപ്പെട്ട ഒരു സിനിമ. ഓക്കെ, അപ്പൊ നമ്മുടെ സിനിമ ഇങ്ങനെ റിലീസിന് ഒരുങ്ങുകയാണ് മെയ് 16. നമ്മുടെ പ്രേക്ഷകരോട് എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? പ്രേക്ഷകരോട് എല്ലാവരും പറയുന്ന പോലെ തന്നെ സിനിമ തിയേറ്ററിൽ പോയി കാണണം എന്ന് തന്നെയാണ് പറയുന്നത്. പിന്നെ ഇന്നത്തെ ഒരു ട്രെൻഡ് അനുസരിച്ച് പോലെ ഈ സിനിമ തൂക്കും എന്നൊക്കെ പറയാൻ നമ്മളാഗ്രഹിക്കുന്നത്. തൂക്കാൻ പറ്റിയാൽ തൂക്കുന്നതാണ്. പക്ഷേ ഈ സിനിമ തുടങ്ങിയാൽ
അവസാനം വരെ കണ്ടിരിക്കും. ആ കഥാപാത്രം നിങ്ങളെ കൊണ്ടുപോകുന്നുള്ള കാര്യം ഉറപ്പാണ്. ഉറപ്പാണ്. സിനിമയുടെ ഏതെങ്കിലുമൊക്കെ എലമെൻറ്റുകൾ ആ സിനിമ നമ്മൾ എല്ലാവരെയും പ്രേക്ഷകരെ സ്പർശിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, സിനിമ സഞ്ചരിക്കുന്നത് ഒരു നാടകക്കാരൻ്റെ കാഴ്ചകളിലൂടെയാണ്. ആ നാടകക്കാരൻ കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് ഒരു കോവിഡ് കാലത്ത് നിന്നുകൊണ്ടാണ്. ആ കോവിഡ് കാലത്ത് നിന്നുകൊണ്ട് ആ സിനിമയിൽ കാണുന്നത് വർഷങ്ങൾക്ക് പിന്നിലുള്ള അയാളുടെ ഒരു നാടകം വെച്ചുകൊണ്ടാണ്. അയാൾ വീണ്ടും ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു നാടകം ടോൾസ്റ്റോയെ കുറിച്ചുള്ള ജീവിതമാണ്. ഈ ടോൾസ്റ്റോയുടെ ജീവിതം ഇതുമായി കണക്ട് ചെയ്യപ്പെടുന്നുണ്ട്. ദസ്തയേവ്സ്കിയുടെ അന്ന ഈ സിനിമയിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അതെല്ലാം സിനിമയുടെ സസ്പെൻസാണ്. അപ്പോൾ ഈ അന്ന എന്ന് പറയുന്നൊരു കഥാപാത്രം പോലും എത്രയോ അന്നമാർ ഈ സിനിമയിൽ കാണുന്നുണ്ട്. അപ്പോൾ ആ രീതിയിലാണ് ആ സിനിമ കാണുന്നത്. ഇതിൽ അഭിനയിച്ചിരിക്കുന്നവരെല്ലാവരും വളരെ മനോഹരമായി അഭിനയിച്ചിട്ടുണ്ട്. ഇതിലിപ്പോൾ ശൈലജ പി അമ്പു എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ ഈ അടുത്ത് ഇപ്പോൾ പൊന്മാനിൽ കാണുന്ന ശൈലജ വിദേശ ഫെസ്റ്റിവലിലൊക്കെ വരെ സിനിമയ്ക്ക് അവാർഡ് വാങ്ങിച്ചിട്ടുള്ളൊരു നാടക നടിയാണ്. ശൈലജ ഇതിൻ്റെ അകത്ത് വേഷം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിൽ സാറിൻ്റെ ഭാര്യയായിട്ട് അഭിനയിക്കുന്ന മഞ്ജുശ്രീ നായരാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ജിങ്കാനയിൽ നെസലിൻ്റെ അമ്മയാണ്. പക്ഷേ സിനിമ ചെയ്യുമ്പോൾ അവരൊന്നും ആ രീതിയിൽ എന്നവരല്ല. ഇതിൽ പ്രതാപൻ മരണമാസിൽ ബേസിലിൻ്റെ അച്ഛനാണ്. പക്ഷെ നിരവധി ഒരുപാട് സിനിമകൾ പ്രതാപൻ ഈ ബോർഡിലുണ്ട്, അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒരു കളക്റ്റീവ്, ഒരു കൂട്ടായ്മ സിനിമയിൽ സംഭവിക്കപ്പെടുക. ഇങ്ങനെയും സിനിമകൾ ഉണ്ടാകുന്നു എന്നുള്ളത് വലിയ കേരളത്തിലെ അവസ്ഥയിൽ നിന്നുകൊണ്ട് സിനിമ ചരിത്രത്തിൽ എടുക്കുമ്പോൾ ഇങ്ങനെ സിനിമ ഉണ്ടാകാം. പക്ഷെ ആ സിനിമക്ക് ഗൗരവം ഉണ്ടാകാം. ഇങ്ങനെ നമ്മളങ്ങനെ അല്ലാതെ കൂടുന്ന സിനിമകളുണ്ട്. ആ സിനിമ ഗൗരവമില്ലാതെ പോകുന്നുണ്ട്. പക്ഷെ ആ സിനിമകൾ ഈ സിനിമ ഇതിൽ വലിയ ആർട്ടിസ്റ്റുകളെ കാണുന്നില്ലെങ്കിൽ പോലും ഈ സിനിമയുടെ പാട്ടുകൾ ഞങ്ങൾ മനോരമയായിട്ട് സംസാരിക്കുമ്പോൾ മനോരമ ആ പാട്ട് ഏറ്റെടുക്കുകയാണ്. ആ പാട്ട് ചെയ്യാം. ഇപ്പോൾ ഒരു നടനെയും കാണിക്കാതെ ഈ സിനിമയിലെ ഒരു നാടകത്തെക്കുറിച്ചുള്ള പാട്ട് 1.5 ലക്ഷം പേര് കണ്ടു കഴിഞ്ഞു. ഇനിയും കാണും. ആ പാട്ട് എഴുതിയിരിക്കുന്ന വിജേഷ് എന്ന് പറയുന്ന കോഴിക്കോടുള്ള ഒരു വലിയ കലാകാരനാണ്. അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ ഇവിടുത്തെ ക്യാമ്പസുകൾ മുഴുവൻ പാടുന്നതാണ്. പെരുത്ത ഭൂമിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ചെറിയ ഭൂമി ഉണ്ടെന്ന് പറയുന്ന പാട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നിങ്ങളെ മാത്രം ഇഷ്ടപ്പെടല്ലപ്പ എന്ന് പാടുന്ന കുട്ടികളുണ്ട്. ക്യാമ്പസുകളുടെ ഒരു യൂത്ത് ഫെസ്റ്റിവൽ നടക്കുമ്പോൾ ഒക്കെ നിങ്ങൾ പാടുന്ന കേൾക്കുന്നത് ആ പാട്ടുകാരനോട് വന്ന് ഞങ്ങൾക്കൊരു പാട്ട് എഴുതിരിക്കുകയാണ്. ഇതിന് സംഗീതം ചെയ്തിരിക്കുന്നത് അല്ലിയാമ്പൽക്കടവിൽ അരക്ക് വെള്ളമൊക്കെ ചെയ്ത ജോബ് മാഷ്ടം മകൻ ഈ സിനിമയിൽ സംഗീത സംവിധായകനാണ്. ഇതിൽ ഇന്നത്തെ എല്ലാ സിനിമകളുടെയും ഇപ്പോൾ നമ്മൾ പറയില്ലേ, വലിയ മാർക്കറ്റ് ചെയ്യപ്പെടുന്ന സിനിമകളുടെ എല്ലാം ത്രിൽസ് ചെയ്യുന്ന അഷ്റഫ് ഗുരുക്കളാണ് ഈ സിനിമയിൽ ഒരു ത്രില്ല് ചെയ്തിരിക്കുന്നത്. ഇതിൽ വളരെ മനോഹരമായി ഇതിൽ ഫൈറ്റ് ഉണ്ട്. ഈ സിനിമയിൽ നിങ്ങൾ ക്ലാസ്സാണെന്ന് തെറ്റിദ്ധരിക്കപ്പെടേണ്ട, ഈ സിനിമയിലും ഫൈറ്റ് ഉണ്ട്. ഈ സിനിമയും സാധാരണ ഇന്നത്തെ ന്യൂജൻ ആളുകൾ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള പ്രവണത സിനിമ സംസാരിക്കുന്നുണ്ട്. ഈ സിനിമ നമ്മളെ വേദനിപ്പിക്കുന്നുണ്ട്. ഈ സിനിമ ചിന്തിപ്പിക്കുന്നുണ്ട്. ഈ സിനിമയിൽ ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ചരിത്രത്തിലൂടെ കടന്നു പോകാൻ കഴിയും. അതാണ് സിനിമ. അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ സിനിമ വിജയകരമായിട്ട് ആശംസിക്കുന്നു. അപ്പോൾ നിങ്ങളും ഈ സിനിമ അല്ലാതെ ഇനിയും പുതിയ സിനിമകളും പുതിയ കഥാപാത്രങ്ങളൊക്കെ എത്തട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. എന്തായാലും സന്തോഷം. ഞങ്ങൾ സിനിമയുടെ പ്രവർത്തനങ്ങളുമായി എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരു നാടകക്കാരനായി ജന്മം തുടങ്ങിയവരാണ്. ഇപ്പോഴും നാടകം ചെയ്യുന്ന ആളാണ്. കേന്ദ്ര ഗവൺമെൻറ് സീനിയർ ഫെലോഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടമാണ്. പക്ഷേ മലയാള സിനിമയുടെ ചരിത്ര വഴികളിലൊക്കെ ഒരുപക്ഷെ ഷാജിയൻ കരുൺ സാറിനെ പോലെയുള്ള ആർ സുകുമാരൻ സാറും ഒക്കെ ആയിട്ടുള്ള കുട്ടിസ്രാങ്കായാലും യുഗപുരുഷനായാലും ഇപ്പം നേരത്തെ പറഞ്ഞ ഡാം 999 സോൺബേഡ് അതിൻ്റെ കാസ്റ്റിംഗ് ഡയറക്ടർ എന്നുള്ള രീതിയിൽ പി ബാലേന്ദ്രൻ്റെ സിനിമ ആയാലും അങ്ങനെ അത്തരത്തിലുള്ള സിനിമകളുടെ കൂടെ എല്ലാം സഞ്ചരിക്കപ്പെട്ടിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ഞാൻ ഇതുപോലെ പുതിയ ആളുകൾ ഒരുപക്ഷെ മലയാള സിനിമയ്ക്ക് അത്ര സുപരിചിതരല്ലാത്ത ആശ്രയിക്കാതിരിക്കാം ഒരുപക്ഷെ കുറേ സിനിമകളിൽ കണ്ട മുഖം പക്ഷെ ഇവിടെ വരുന്നു എന്നുള്ള അങ്ങനെയുള്ള ഒരു സിനിമ വരുന്നു എന്നറിയുമ്പോൾ ഞങ്ങളുടെ ഈ വാർത്ത കേട്ടുകൊണ്ട് ഞങ്ങളെയും കൂടെ ചേർത്ത് നിർത്താൻ മനസ്സ് കാണിക്കുന്ന നിങ്ങളെപ്പോലുള്ളവരോടാണ് ഞങ്ങൾ നന്ദി പറയുന്നത്. അല്ലെങ്കിൽ ഈ സിനിമ എന്തിന് ചർച്ച ചെയ്യപ്പെടണം? വലിയ നടന്മാരാരെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. അങ്ങനെയുള്ളതൊന്നുമല്ല. അപ്പം അങ്ങനെയുള്ള സിനിമകളെയും പരിചയപ്പെടുത്താൻ നിങ്ങൾ കാണിക്കുന്ന മനസ്സ് ഒരു പക്ഷേ നാളെയും പുതിയ ആളുകൾക്ക് ഇത്തരത്തിലുള്ള സിനിമകളുമായി മുന്നോട്ട് വരാൻ അതൊരു പക്ഷേ മലയാള സിനിമയുടെ ചരിത്രവും അതൊരു ഇന്ത്യൻ സിനിമയുടെ ചരിത്രത്തിലേക്കും നമ്മൾ മലയാള സിനിമ ഉണ്ടാക്കാൻ ആളുകൾ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് ഇന്ത്യൻ സിനിമകൾ ഉണ്ടാവണം. ആ ഇന്ത്യൻ സിനിമകൾ ലോകത്ത് ചർച്ച ചെയ്യപ്പെടണം. അങ്ങനെയും ഒരു കാലത്തിലേക്ക് നമ്മുടെ നാടെത്തിപ്പെടണം. അതിനെത്തിയതിൽ നന്ദി അറിയിക്കുക. അപ്പം എനിക്കും ഈ പറഞ്ഞ പോലെ തന്നെ ഈ കഥയുടെ ഒരു ത്രെഡ് കേട്ടപ്പോൾ എനിക്കും തോന്നിയത് ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. ഈ നാടകം എന്ന് പറയുന്നത് പണ്ട് മുതലുള്ള ഒരു കലയാണല്ലോ. ചർച്ച ചെയ്യപ്പെടേണ്ട സിനിമ തന്നെയാണ്. അത് ചെയ്യപ്പെടട്ടെ. നല്ല നാടകം നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ പിന്നെ നാടകത്തിന്റെ ആരാധകർ മാറും. അത് കാണാൻ പറ്റുന്നില്ല. ഇപ്പം വേറെപ്പോഴത്തെ ആളുകൾ പ്രൊമോട്ട് ചെയ്ത് കൊണ്ടുവരുന്നുണ്ടെങ്കിലും ഇപ്പം ന്യൂജൻ്റെ അടുത്തേക്ക് എത്തിപ്പെടാനുള്ള ബുദ്ധിമുട്ടാണ്. നാടകം പിന്നെ അഭിനയത്തിൻ്റെ കാര്യം പറഞ്ഞു. നാടകത്തിലൊക്കെ 2 മണിക്കൂറത്തെ ഡയലോഗ് ഇടാണ്ട്
നൂറിലേറെ ഷീറ്റുള്ള ഡയലോഗുകളൊക്കെ ആദ്യമേ ബൈഹാർട്ട് പൊട്ടി തട്ടിക്കിടുന്നത് ബെല്ലടിച്ച് കഴിഞ്ഞാൽ 2 മണിക്കൂർ വരെ കളിച്ചോളാം. അത് വലിയൊരു കഴിവ് പിന്നെ അത് അങ്ങനെയൊന്നും സിനിമക്കാർക്ക് കഴിയില്ല. നമ്മുടെ സിനിമ ആകെ ഒരു ഫെസ്റ്റിവലിലേക്കാണ് അപേക്ഷിച്ചുള്ളത്. ആ ഫെസ്റ്റിവലിൽ പ്രദർശിപ്പിച്ച സിനിമയാണ് ജാഗ്രൻ ഫിലിം ഫെസ്റ്റിവലിൽ സിനിമ പ്രദർശിപ്പിച്ചു. വലിയ അഭിപ്രായമൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ഇപ്പം നമ്മളിപ്പോൾ സാധാരണ സിനിമയിൽ ആളുകൾ പലരും പറയും സിനിമ ചെയ്യാൻ വേണ്ടി കാശ് മുടക്കാൻ ചിലപ്പോൾ ആളുകൾ വരും, അതിൽ അഭിനയിക്കാൻ വരും. ഇപ്പോൾ സാജൻ സാറ് ഇതിനകത്ത് പണം മുടക്കിയിട്ട് ഇതിനകത്തൊരു പ്രധാന വേഷം ചെയ്യുന്നുണ്ട്. പക്ഷെ നിങ്ങൾ സിനിമ കണ്ടു കഴിയുമ്പോൾ ഒരുപക്ഷെ അങ്ങനെ കാശ് മുടക്കി സിനിമ ചെയ്യാൻ വന്നതാണോ ഇല്ല എന്നുള്ളത് പറയണം. അതാണ് നിങ്ങൾ അത് ആ രീതിയിൽ ഗൗരവമായ രീതിയിൽ ഒരു സിനിമയോ ഡോക്ടർ ബാലചന്ദ്രൻ എന്ന് പറയുന്ന നാടകത്തിൽ ഡോക്ടറേറ്റ് എടുത്ത ഒരാളെ വളരെ മനോഹരമായാണ് അദ്ദേഹം അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ ആ വീൽ ചെയറിലിരുന്നുകൊണ്ട് പോലും ഒരു ഫൈറ്റ്, വലിയൊരു ഫൈറ്റ് നടക്കുന്ന സ്ഥലത്ത് പോലും അദ്ദേഹം പ്രതികരിക്കുകയാണ്. റഫീഖ് എന്തായാലും കുറേ സിനിമകളിലൊക്കെ ഇപ്പോൾ ആയിക്കഴിഞ്ഞിട്ടുണ്ടോ. അങ്ങനെ എല്ലാവരും ഈ സിനിമയുടെ കൂടെ എത്തിപ്പെട്ട നിരവധിയായ ആളുകളുണ്ട്. ഈ സിനിമയ്ക്ക് എത്തിപ്പെട്ട കുറേ നാടകക്കാരുണ്ട്. ഇതിന്റെ പല സീനുകളിലേക്കായി വന്നുപെട്ട അവരോടെല്ലാവരോടും ഈ സിനിമ അവസരം ഒരുപക്ഷെ നമ്മളല്ലെങ്കിൽ മറ്റൊരാളിലൂടെ കിട്ടിയേക്കാം. പക്ഷെ നമ്മളിങ്ങനെ സമീപിക്കപ്പെടുമ്പോൾ ഇങ്ങനെ അതിന് കൂടെ ചേർന്ന് നിൽക്കാൻ വേണ്ടി വരുന്ന വലിയ മനസ്സുകളെയാണ് നമ്മൾ നന്ദി പറയേണ്ടത്. ഇപ്പം നേരത്തെ ഇതിൽ ടോൾസ്റ്റോയായിട്ട് അഭിനയിച്ച ഷാനവാസ്, ഒരു പക്ഷേ അന്ന് ഈ സിനിമ നടക്കുന്നതിന് മുമ്പ് ഷാനവാസിൻ്റെ ഒരു താവളം, ആലുവയിലൊരു താവളം ഇവിടുത്തെ മലയാള സിനിമയിൽ വലിയ സിനിമകൾ സംഭവിക്കുന്ന ഒരു താവളമാണ് അന്ന്. പല സിനിമകളും വലിയ വലിയ സിനിമകളുടെ ഡിസ്കഷനും സ്ക്രിപ്റ്റ് വർക്കൊക്കെ. അപ്പോൾ ആ ഒരു താവളം ഉണ്ടായതുകൊണ്ടാണ് ഒരു പക്ഷേ ഈ സിനിമ ഉണ്ടായത്. അവിടെ പോയി കൂടിയിരിക്കാനും വൈകുന്നേരങ്ങളിൽ കൂടിയിരിക്കാനും എന്നാൽ അവിടെ നിന്നുകൊണ്ട് എങ്ങനെ ഒരു സിനിമ ഉണ്ടാകാം. പക്ഷെ അങ്ങനെ ആ സിനിമ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ സിനിമ തികച്ചും സംഭവിക്കുകയാണ് ഈ നിമിഷവും. ഈ പേര് പോലെ തന്നെ എൻ്റെ ജീവിതത്തെ പോലും വലിയ രീതിയിൽ സ്പർശിച്ച് കടന്നുപോയ ഒരു സിനിമയാണ്. ഞാനൊരു നാടകക്കാരൻ്റെ മകനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ ജീവിതം എങ്ങനെയായിരിക്കണം എന്ന് കാണുന്നത് എൻ്റെ വാപ്പയൊക്കെ ആയിരിക്കും. ഈ സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുമ്പോൾ 3-ാം ദിനം ഡ്രമാറ്റിക് ഡെത്ത് മരണപ്പെട്ട ഒരു വാപ്പയുടെ മകനാണ്. അതാണ് ഈ സിനിമ. അങ്ങനെ സംഭവം ഉണ്ടായിരുന്നു, സംഭവിച്ചാണ് ഇത്. അത് തന്നെയല്ല, ഇതിനകത്ത് പ്രവർത്തിച്ച് അദ്ദേഹത്തിൻ്റെ കൂടെ നിന്ന ക്രൂവുണ്ട്. ഞാൻ ഇങ്ങനെയും ഈ കലാരംഗത്ത് ആൾക്കാർ ഇത്രയും സിൻസിയറിറ്റി കാണിക്കുന്നു എനിക്കൊരിക്കലും ഞാൻ അങ്ങനെയല്ല കേട്ടത്. ഫിലിം പ്രൊഡക്ഷൻ വരുമ്പം ഏതൊക്കെ രീതിയിൽ ചീറ്റ് ചെയ്യപ്പെടാം. പക്ഷെ ഇവിടെ സിസ്റ്റമാറ്റിക്കായിട്ട് ടൈമിൽ പ്രസൻറ്റേഷൻ എല്ലാവരും ഒരുപോലെ അങ്ങനെ ഒരു ദിവസം കിട്ടിയതിനെ അത് വേറൊരു എക്സ്പീരിയൻസ് ആയിട്ട് ഞാൻ കരുതും. കാരണം ആ ഒരു ദിവസങ്ങൾ പോയത് അത് ഇദ്ദേഹത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ആ ടൈം ഇത്ര എമൗണ്ട് ഇത്ര ടൈം ഇന്ന ടൈമിനുള്ളിൽ തീർക്കുന്ന ആ ഒരു സിസ്റ്റത്തിൽ ആ ഒരു കമാൻഡിങ് ഇദ്ദേഹത്തിനുണ്ട്. അതോടൊപ്പം ഈ ഇത് കേൾക്കാൻ കൂടെ എന്നിരിക്കുന്നപ്പോൾ മനസ്സിലായി ഇവൻ ആർട്ടിസ്റ്റ്, ആർട്ടിസ്റ്റ്, ക്യാമറമാൻ എല്ലാവരും വളരെ സിൻസിയറായിട്ട് ചെയ്തൊരു പടമാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇറ്റ് വിൽ ബി 100% ഫാമിലി. ഇതിനകത്ത് ഒരു ഡൗട്ടും ഇല്ല. കാരണം ഇത് ഇപ്പം നാടകത്തിൻ്റെ കാര്യം തന്നെ പറഞ്ഞു. ഞാൻ മസ്കറ്റിലാണ് വർക്ക് ചെയ്യുന്നത്. അവിടെ തന്നെ ആക്സിഡൻ്റായിട്ട് എനിക്ക് സൂര്യകൃഷ്ണമൂർത്തിയുടെ ഒരു നാടകം കാണാനുള്ള ഒരു ഭാഗ്യം കിട്ടി. ഞാൻ പറഞ്ഞില്ല, പല പ്രോഗ്രാമും പോകുമ്പം അറ്റ്ലീസ്റ്റ് 2 സീറ്റ്സ് എങ്കിലും ഒഴിഞ്ഞു കിടക്കും. ഇവിടെ ഫുൾ അതും അദ്ദേഹത്തിൻ്റെ ഈ പറഞ്ഞ ടൈം, ആ പങ്ക്ച്വാലിറ്റി, ഇന്ന ടൈം 6:30 PM 6:30 PM സ്റ്റാർട്ട് ചെയ്തു. അതിനകത്ത് പിന്നെ ആൾക്കാർ അവിടെ നിന്ന് മൂവ് ചെയ്യുന്നില്ല. ഇവിടെ വാങ്ങിച്ച് ഗെറ്റപ്പ് ഉണ്ട്. അത്രയ്ക്ക് പിൻ ഡ്രോപ്പ് സൈലൻസിൽ ഒറ്റ സ്റ്റേജിൽ നടന്ന ഡ്രാമ. അത് ഇന്നത്തെ ജനറേഷൻ അറിയത്തില്ല ഇതിൻ്റെ വലിയ ഡ്രാമ. മനസ്സിലായി. ഇത് പക്ഷേ ഇത് ഡ്രാമ റിലേറ്റ് ചെയ്ത് പോകുന്ന സബ്ജക്റ്റാണ്. ഇറ്റ്സ് എ ഡിഫറെൻറ്റ് സബ്ജക്റ്റ്. നമ്മളെ പിടിച്ചിരുത്തുന്ന സസ്പെൻസ് ഉള്ള ഒരു ഡിഫറെൻറ്റ് സ്റ്റോറിയാണ് വന്നേക്കുന്നത്. പക്ഷേ ഡ്രാമാറ്റിക് ഡെത്ത് പ്ലസ് പക്ഷേ കണക്ഷൻ ടു ഡ്രാമ. അതായത് ഒരു ഡയറക്ടർ അനുഭവിച്ചിട്ടുള്ള വിഷമങ്ങളും സംഘർഷങ്ങളും ഫാമിലിയിലുണ്ടായിട്ടുള്ള ബുദ്ധിമുട്ടുകളും എല്ലാം പറഞ്ഞു വരുന്ന ഒരു നല്ലൊരു സ്റ്റോറിയാണ്. പക്ഷേ ഇതിനിടയ്ക്ക് പറഞ്ഞ പോലെ ഡ്രാമയുടെ വാല്യൂ ഇന്നത്തെ ജനറേഷൻസ് അതിനുള്ള ചാൻസ് കിട്ടുന്നില്ല. ഞാൻ പറഞ്ഞ അങ്ങനെ ഒരു ഡ്രാമ അദ്ദേഹത്തിന്റെ കാണാൻ എനിക്കൊരു ദൈവത്തോണ്ട് അത് വലിയ ഭാഗ്യമായിട്ടാണ് കാണുന്നത്. കാരണം അന്നത്തെ ആ ആൾക്കാരെല്ലാം അദ്ദേഹത്തിന് ഇപ്പോഴും ഞാൻ ഓർക്കുന്നു ഒരു ആൾമോസ്റ്റ് 10 years back ഹാപ്പൻ.
അപ്പൊ ഇപ്പം അതുള്ള ഒരു സംഗതി അവിടെ കിട്ടുന്നില്ല. അങ്ങനെയുള്ള സബ്ജക്റ്റുകൾ വരുവാണെങ്കിൽ കലയെ സ്നേഹിക്കുക. അത് ഇപ്പം ത്രിൽസ് എല്ലാം വേണമെന്നില്ല, നല്ല സ്റ്റോറിയാണെങ്കിൽ തന്നെ ആൾക്കാരെ പിടിച്ചിട്ട് ഇത് 100% ഇത് ആൾക്കാർക്ക് ഇഷ്ടപ്പെടും. പിന്നെ ജനങ്ങളോട് പ്രേക്ഷകരോടുള്ള അപേക്ഷ എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും തിയേറ്ററിൽ പോയി കണ്ട് ഈ കൂട്ടത്തിൽ നിൽക്കുന്നവരെ ഇവിടെ അതിനുള്ള പ്രോത്സാഹനം കൊടുത്ത് ഡ്രാമയിലുള്ളവരെ വിജയിപ്പിച്ചു മുന്നോട്ട് പോകണമെന്നുള്ള ഒരു അപേക്ഷ മാത്രം. എനിക്കും തോന്നുന്നത് ഇപ്പൊ നിങ്ങൾ ഇത്രയും മനസ്സോട് വെച്ചിരിക്കുന്ന ഒരു സിനിമയല്ലേ, അപ്പൊ അതിൻ്റെതായ വിജയം എന്തായാലും സിനിമയ്ക്ക് കിട്ടും. അപ്പൊ അത് കിട്ടട്ടെ. നിങ്ങളത് പറയണം, ജനങ്ങൾ തിയേറ്ററിൽ പോയിട്ട് സിനിമ കാണണം, തിയേറ്ററിൽ പോയിട്ട് കാണണം. എന്തായാലും പുതിയൊരു അനുഭവമായിരിക്കും, സാധാരണ മറ്റ് സിനിമകളിൽ നിന്ന് വ്യത്യസ്തമായതായിരിക്കും. ഇതൊരു വെറും ബിസിനസ്സിന് വേണ്ടി മാത്രം എഴുതി ഉണ്ടാക്കിയ ഒരു സിനിമയല്ല, ഇതൊരു മനസ്സിലുള്ള നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുകയാണ്. സിനിമ സ്ക്രീനിൽ കാണുന്ന നടീനടന്മാരെക്കാൾ വലുതായിട്ട് ഈ സിനിമ നിർമ്മിക്കപ്പെടുന്ന സാഹചര്യം സിനിമയുടെ ലൊക്കേഷനിൽ പണിയെടുക്കുന്ന കുറേ ആളുകളുണ്ടല്ലോ, അതിലെ ഭൂരിഭാഗം ആളുകളും ഇവിടുത്തെ വൻ ഹിറ്റുകൾ സമ്മാനിക്കുന്ന സിനിമയുടെ പിന്നിൽ ഭാഗമായതാണ്. അത്തരം എക്സ്പീരിയൻസുള്ള ആൾക്കാർ മമ്മൂക്ക പടം ചെയ്യുന്നവരും ഒക്കെയാണ് നമ്മുടെ കൂടെ സിനിമ സഞ്ചരിക്കുന്നത്. ചില ഇപ്പം ഞാൻ പറയില്ല, ഇപ്പം നമ്മൾ ആഗ്രഹമുണ്ട് ഞങ്ങളൊരു ചെറിയ സിനിമ ചെയ്തിട്ടുണ്ട്, ആ സിനിമ നിങ്ങൾ കാണണം എന്ന് പറഞ്ഞുകൊണ്ടല്ല പറയുന്നത്. ഞങ്ങൾ മലയാള സിനിമയോടൊപ്പം സഞ്ചരിച്ചവരാണ്. പല വലിയ സിനിമകളും ദേശീയ അന്തർദേശീയ തലത്തിൽ പോയ സിനിമകളുടെ കൂടെ വരെ സഞ്ചരിച്ചിട്ടുള്ള ആളുകൾ ഇതിന്റെ പിന്നിൽ എന്നോടൊപ്പം ഇതിന്റെ കൂടെ സഞ്ചരിച്ചവരാണ്. അപ്പൊ അവരെല്ലാവരും നേരത്തെ സാറ് പറഞ്ഞില്ല അതിന്റെ ടൈം പഞ്ചായത്ത്, അത് സിനിമ അറിയുന്നവർ സിനിമയോടൊപ്പം കാണിക്കുന്ന ഒരു ആത്മാർത്ഥത. അപ്പൊ നമുക്ക് മുമ്പിൽ ഇത്ര ദിവസം കൊണ്ട് ഈ സിനിമ തീർന്നാലേ ഈ സിനിമയുടെ ഐഡിയ നടക്കുള്ളൂ. പക്ഷെ ആ സിനിമ അത്ര ദിവസം കൊണ്ട് തീരണമെങ്കിൽ അത്ര വെൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ വേണം. അത്തരം ആളുകൾ വിയർപ്പൊഴുക്കിയ ഒരു സിനിമ നിങ്ങൾ പ്രേക്ഷകരുടെ മുമ്പിലേക്ക് സമർപ്പിക്കുകയാണ്. അത് വിജയിക്കപ്പെടുന്ന ചെയ്യും. അങ്ങനെ വിശ്വസിക്കുന്നതിലാണ് ഞങ്ങൾക്ക് സന്തോഷം. ശരിയാണ്. താങ്ക് യു സോ മച്ച്.